നമ്മളെ വരെ ട്രോഫികളൊക്കെ എടുത്തുകൊണ്ട് അയറ്റാളെ മുടി അടിച്ചാൻ പോവാണ്. ഇതിന്റെ ഏട്ടന്റെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ്. ആരെ കണ്ടാൽ തുപ്പം കിട്ടും. അയ്യേ, അഴുക്ക് ചേർക്കാൻ തന്തേക്കാൾ മോശം. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ഈ സുക്കൂർ സുന്ദരനെ പോലെ ഇരിക്കണാണ് നമ്മളെ മുടിയേട്ടനെ ചെയ്യാം. ചെറുക്കന അതിന്റെ ഉള്ളിൽ കയറ്റിക്കാണ്ട് വാതിന്റെ കുറ്റാണ് ഇട്ട് തുറക്കാനും പറ്റുന്നില്ല. ചെറുക്കൻ അങ്ങനെ കട്ടപ്പുറത്തേറ്റിരുത്തി. നമ്മൾ വിചാരിച്ച മോഡലിലെ മുടിയില്ല നമുക്ക്. കട്ടപ്പുറത്തേറ്റിരുത്തിയ ശരിയാവില്ല വെച്ചിട്ട് നമ്മളെ മടിയിലാണ് കയറ്റി. ട്രിമ്മറാണ് വെച്ചപ്പോ ചെറുക്കൻ തുടങ്ങിയെന്നല്ലോ. പകുതി മുടിയാണെങ്കിൽ പോകും ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. പഠിച്ച പണി 18 നമ്മൾ നോക്കി. ചെറുക്കനാണെങ്കിൽ ഒരു നിലക്കും എടുക്കണില്ല. പിന്നൊന്നും നോക്കില്ല, നടന്റെ ഉള്ളിൽ ഇട്ടാണ് ലോക്കാക്കി ചെറുക്കൻ. ചെറുക്കന് മനസ്സിലായിക്കോളൂ ഞാൻ ഓനേക്കാളും വലിയ ഭ്രാന്തനാണ്. അപ്പാണ് അടങ്ങി ചെറുക്കൻ. എന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. കൊല്ലിക്കണ പിടിച്ചപ്പോ ചെറുക്കൻ പിന്നെ ഫുള്ള് ചില്ലായി. ചെറുക്കൻ പിന്നെ തുടങ്ങിയോണ്ട കൂതറ സ്വഭാവം. അങ്ങനെ ഓന്റെ കഴിഞ്ഞപ്പത്തിന് പോയി കുറച്ച് വെള്ളം കുടിച്ചു. 100 ആനി ഒരു തോട്ടി തരാ പറഞ്ഞാൽ ഭാവന ഈ പരിപാടി കിട്ടൂല. അങ്ങനെ ഏട്ടന്റെ രണ്ടാമത്തെ പ്രോഡക്റ്റിന് കയറ്റി. ആ നേരം കൊണ്ട് നമ്മൾ കുറച്ച് മ്യൂസിക് വിത്ത് ഡാൻസ് ആയി. ചെറുക്കനാണ് ഉറങ്ങിച്ചപ്പോ ചെറുക്കന്റെ കോല ആകെ മാറി. അത് കണ്ട് പെങ്ങളെ ചെറുക്കൻ നോക്കണോ നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഈ കോലം കണ്ട് സിയാബിനോട് ചൊന്നേ പറയുള്ളൂ. വരെ പോയി കഴിഞ്ഞാലേ ഒരു വരം കൂടി വരേണ്ടി വരും. അൽവടക്ക് നമുക്ക് ഉറങ്ങിക്കണം. ഒക്കെ കഴിഞ്ഞാണ്ട് ഞാനൊരു ശ്വാസം വിട്ടുകാണ്ട് ജ്യൂസിൽ പോയാണ്ട് അവിടെ ഒരു പാക്കിങ്ങാണ്ട് പോകും. പേരിലെത്തിപ്പോ എന്താണ് അവസ്ഥ? നമ്മളെ മിക്കവാറും നാടുകൂടെ ഉണ്ടായിരുന്നു. ബാക്കി നാളെ